കിട്ടി. ഇത് ഞാൻ വളരെ 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 സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. Again, I'm thanking Saji for giving me the chance to speak for us. Yeah, and then thank you Nadra ma'am, and thank you for all of you for hearing me. Thank you. Thank you, Shamina ma'am. Your words were true inspirational and so heart-touching. സോ നമ്മുടെ ഷെമിന മാമിൻ്റെ ഏറ്റവും പ്രിയ സിസ്റ്ററായ നമ്മുടെ എല്ലാവരുടെയും കരളിൻ്റെ കഷ്ണായ സജ്ന താത്തയെ വിളിക്കാൻ സമീർ ആയിരിക്കാണ്. സോ ഐ ഹോൾ ഹാർട്ടഡ്ലി വെൽക്കം മിസ്സസ് സജീന, our beloved സജീൻ താത്ത, to this program. സജീൻ താത്ത കേൾക്കുന്നുണ്ടോ? Sorry. Hi, good evening. Assalamu alaikum, my dears. ഇപ്പൊ ശരിക്കും ഞാനൊരു ഇമോഷണൽ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എന്ത് പറയണമെന്നുള്ളത് മനസ്സിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഇതാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, അതായത് ഞാൻ ശരി എന്ന ആത്മവിശ്വാസത്തിൽ നിന്ന് ഞാൻ മാത്രമാണ് ശരി എന്നുള്ള അഹങ്കാരത്തിലേക്ക് വഴിമാറാതിരിക്കാൻ വേണ്ടി ഈ നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എന്നും വിശ്വസിക്കുന്നത്. കാരണം നെക്സ്റ്റ് എന്നുള്ളത് അത് പടച്ചവന്റെ കയ്യിലാണെന്നുള്ള ഒരു വിശ്വാസത്തിന്മേലാണ് ഞാൻ ജീവിക്കുന്നത് പോലും. അപ്പം ഒരുപാട് സന്തോഷങ്ങളിലും മതിമറക്കാറില്ല, അല്ലെങ്കിൽ ഇനി വരുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് അത്രത്തോളം എനിക്ക് ടെൻഷനും ഇല്ല. പക്ഷേ ഈ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഞാൻ ഒരുപാട് സഫർ ചെയ്തിരുന്ന ആളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരുപാട് തവണ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ പടച്ചവന് എന്നെ അനുഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, വളരെ അപൂർവമായിട്ട്. എങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ബ്ലെസ്ഡ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ ഞാൻ എത്തിയതെന്ന് വെച്ചാൽ, ഷെമി ഇപ്പൊ ഈ പറഞ്ഞല്ലോ നാദ്ര മാം അല്ലെങ്കിൽ HST എന്നുള്ളത് ഒരുപാട് കേട്ട് എന്റെ ഉള്ളില് ശരിക്കും എന്ന് വെച്ചാൽ എന്റെ മൈൻഡിൽ ഇങ്ങനെ ആഗ്രഹം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇത് എങ്ങനെയെന്നുള്ളത് എന്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുമായിരുന്നു. എങ്ങനെ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഇത് ഇങ്ങനെ ഒരു കോഴ്സിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നാദ്ര മാം എന്നുള്ള ആ ഒരു മഹത്ത് വ്യക്തിത്വത്തിന് എങ്ങനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റും? കാരണം എനിക്ക് എല്ലാത്തിലും ബ്ലോക്ക്ഡ് ആണ്. എന്റെ ലൈഫ് തന്നെ ബ്ലോക്ക്ഡ് ആയിട്ടൊരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ, അതും പടച്ചവന്റെ ഈ പറഞ്ഞു വന്നത് അതാണ്. അള്ളാഹു എനിക്ക് വേണ്ടി നിയോഗിച്ചിരുന്ന അത് വളരെ ഞാൻ കേൾക്കുമ്പോൾ ശരിക്കും ഞാൻ കരഞ്ഞു പോവുക ചെയ്തത്. നിന്നെ ഇങ്ങനെ ഒരു കോഴ്സിൽ ചേർത്തിരിക്കുന്നു, ആ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നതെന്ന് എന്റെ അനിയത്തി എന്നെ വിളിച്ച് പറയുമ്പോൾ ശരിക്കും ഞാൻ സന്തോഷം കൊണ്ട് കരയുകയാണ് ചെയ്തത്. കാരണം അത്രത്തോളം എന്റെ മനസ്സിൽ മാമിനെ കുറിച്ച് ഈ ഒരു കോഴ്സിനെ പറ്റിയും എന്റെ ഷെമി പറഞ്ഞിട്ട് എന്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ എത്തിപ്പെട്ടപ്പോഴുള്ള ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ഇപ്പൊ ഷെമി പറഞ്ഞത് ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങള് പിന്നെ ജീവിതത്തില് മാമിന് അറിയാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ആദ്യം ഞാൻ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ കരഞ്ഞുകൊണ്ടും ക്യാമറയുടെ മുമ്പിലും അല്ലാതെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ഒരു ഇതിൽ വന്നിട്ട് ഇത്രയെങ്കിലും ഒക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു കോഴ്സിൽ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ആ ഒരു എന്താ പറയാ പവർ ഉണ്ടല്ലോ, അതിന്റെ മേലാണ്. പിന്നെ മാഷാ അല്ലാ, ആദ്യമായിട്ട് ജീവിതത്തില് ഞാൻ പഠിച്ചത് ഇതിൽ വന്ന് പഠിച്ചൊരു കാര്യമാണ് എന്നെ സ്വയം സ്നേഹിക്കുക എന്നുള്ളത്. എപ്പോഴും ഞാൻ എന്ത് ചെയ്യുമ്പോഴും ചുറ്റുമുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെ എങ്ങനെ സന്തോഷിപ്പിക്കാം, ഈ ഒരു കാര്യത്തിൽ ഞാൻ എപ്പോഴും ബോധേഡായിരുന്നു. കാരണം അത്രമാത്രമാണ് വീട്ടിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ശീലങ്ങളൊക്കെ. പക്ഷെ ഇവിടെ വന്നിട്ടാണ് ഐ ലവ് മൈ സെൽഫ്, ഐ വാല്യൂ മൈ സെൽഫ് എന്നൊക്കെ ഉള്ളത് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഇൻസ്പയർ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിനെ ഫുൾ ടോട്ടൽ എനിക്ക് ഒന്നും മാത്രം പറയാനില്ല. ഓരോന്നും ജീവിതത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും മാം ഇതിൽ വന്ന ഹീൽ, ഡീൽ, സീൽ, എക്സ്പ്ലോർ എല്ലാം ഞാനാണ് ശരിക്കും ഇതിൽ എൻജോയ് ചെയ്തത്. പക്ഷെ എനിക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നെങ്കിലും ഓരോന്നും ഞാൻ എൻജോയ് ചെയ്യുക ചെയ്തത്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഇതിൽ കിട്ടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരാണോ എൻ്റെ മക്കളാണോ എനിക്കറിയില്ല, ഓരോരുത്തരെ എടുത്തു പറഞ്ഞാൽ അത് ഞാൻ മാം പറഞ്ഞ പോലെ കുറഞ്ഞു പോകും. അത്രത്തോളം എനിക്ക് കരുത്ത് തരാനായിട്ട് എനിക്ക് ചുറ്റും ഉണ്ടായിരുന്ന ഓരോരുത്തരും, അതെന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു മാലയിലെ ലോക്കറ്റ് മാമായും അതിലെ മുത്തുകളായിട്ട് എൻ്റെ ഈ കൂട്ടുകാരും എന്നും എൻ്റെ ഉള്ളിലുണ്ടാവും. ഇതിൽ എന്നെ എത്തിച്ച
എന്റെ അനിയത്തിക്ക് ഇതിലെന്താ പറയാന്നുള്ളത് അത് ഞാൻ എന്ന് പഠിച്ചതിനോട് അത് ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ലല്ലോ അത്രത്തോളം. Hook, Sajina. That one connected everyone. ആ ഹുക്ക് ഉണ്ടാവില്ലേ ബാക്കിൽ ഇങ്ങനെ. അതെ ആ ഹൂക്കാണ് അവള്. കറക്റ്റ്. അതിന് മാത്രമാണ് ഒരു പദം കിട്ടാത്തത്. കാരണം അവൾ എനിക്ക് പകരക്കാരിയായിട്ട്, ഞാൻ എപ്പോഴും പറയും, ഒരു മിററിന്റെ മുമ്പിൽ നിന്നാൽ എനിക്ക് പകരക്കാരിയായിട്ട് വരാൻ ഈ ലോകത്ത് ഒരാളുമില്ല. എന്റെ ഉമ്മയോ എന്റെ മക്കളോ ഒരാളുമില്ല. എന്റെ ഒരു മിററിന്റെ മുമ്പിൽ എനിക്ക് പകരക്കാരിയായിട്ട് ഒരു പ്രതിച്ഛായിട്ട് വരാൻ ഈ ലോകത്ത് ഉണ്ടെങ്കിൽ ഒരേ ഒരാളുണ്ടെങ്കിൽ അതെന്റെ സിസ്റ്ററാണ്. അത് എന്നും അഭിമാനത്തോടെ ഹൃദയം കൊണ്ട് പറയാണ്. അപ്പൊ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതും ഇപ്പൊ ഇതിൽ ഇങ്ങനെ 1-2 വിന്നറായിട്ട് തന്നെ ഇതിൽ ട്രോഫി നേടാൻ കഴിഞ്ഞതും അത് ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു പ്രായത്തിൽ നേടാൻ കഴിയുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എന്റെ ലൈഫ് ഇവിടെ കഴിഞ്ഞിരിക്കുന്ന ഒരു പ്രായത്തിലാണ് ഞാൻ ഇതിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. കാരണം എനിക്ക് ഈ ഒരു ടൈമിലുണ്ടായ ഹോർമോണൽ, മെന്റലി, ഫിസിക്കലി എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരുപാടാണ്. ആ ഒരു അതാണ് പറഞ്ഞത്, പടച്ചോൻ ഇതെല്ലാം ലിങ്ക് ചെയ്ത് വരുന്നത് കറക്റ്റ് സമയത്താണ് എന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കോഴ്സിൽ ചേർക്കാനും ഇതിൽ വന്ന് എനിക്ക് എന്തൊക്കെ എന്റെ ഉള്ളിലുള്ള ടാലന്റുകളെ എനിക്ക് പുറത്തേക്ക് എടുക്കാനും അതിലെനിക്ക് എൻജോയ് ചെയ്യാനും എന്റെ മൈൻഡ് കൊണ്ട് ഞാൻ വേറൊരു ലോകത്ത് എത്തിപ്പെടാനും എനിക്ക് എന്തൊക്കെ ആവുമെന്ന് എനിക്ക് ചിന്തിക്കാനും ഒക്കെ നാദ്ര മാം, എനിക്ക് എന്താ പറയേണ്ട വാക്കുകളില്ല. ഐ ലവ് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഇനി ഒരുപാട് ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ്. എല്ലാരെയും ഓർക്കുന്നു. ലവ് യു ആൾ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് ഹൃദയം നിറഞ്ഞ് കവിയുന്ന കണക്ക് സന്തോഷമാണ്. ലൈക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളതാണ് സജിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. എല്ലാം കൊണ്ടും ചലഞ്ച് ചെയ്യപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഇത് ഒരേ പ്ലാറ്റ്ഫോമിൽ ഈ ഹൃദയം കൊണ്ട് അവള് സംസാരിക്കുന്നതും ഒക്കെ കേൾക്കാൻ കഴിഞ്ഞത് എനിക്ക് അങ്ങേയറ്റത്തെ എനിക്കറിയില്ല, ഈ ഒരു ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. ആൻഡ് ദെൻ ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളായി മാറി നാദ്ര മാം, ശരിക്കും പറഞ്ഞാൽ. ആ ഒരു കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാല് എല്ലാവരും ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, പക്ഷെ മാമിന്റെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൃദയം കൊണ്ടാണ് എല്ലാവരെയും സമഭാവനയോടുകൂടി ആ ട്രാൻസ്ഫോർമേഷനിൽ എത്തിക്കാനുള്ള ആ ഹൃദയത്തിന്റെ കയ്യൊപ്പ്. അത് എനിക്ക് എത്ര വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും മതിയാവത്തില്ല. ഞങ്ങള് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു.